ഒരു സെമി ഇൻഫിനിറ്റ് സോളിഡ് സിലിണ്ടറിൻ്റെ സ്റ്റഡി സ്റ്റേറ്റ് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷനാണ് ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം സ്റ്റഡി സ്റ്റേറ്റ് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് നോക്കാം. ഒരു ബോഡിയിലൂടെ ഹീറ്റ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഓരോ പോയിൻറ്റിലും ടൈമിനനുസരിച്ചിട്ട് ടെമ്പറേച്ചർ ചേഞ്ചസ് ഉണ്ടാവും. ആ ഒരു സ്റ്റേറ്റിനെയാണ് ട്രാൻസിയൻറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റേറ്റിന് ശേഷം ഒരു പെർട്ടിക്കുലർ പോയിൻറ്റിലെത്തുന്ന സമയത്ത് അതിൻ്റെ എല്ലാ പോയിൻറ്റിലും ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആവും ഉണ്ടാവുക. ആ ഒരു സ്റ്റേറ്റിനെയാണ് സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. നമ്മളിവിടെ ഒരു സിലിണ്ടറാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ ചേഞ്ചസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ലാപ്ലേസ് ഇക്വേഷൻ വെച്ചിട്ട് del square u = 0 എന്ന് എഴുതാൻ പറ്റും. ഇവിടെയുള്ള ബൗണ്ടറി കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഈ ഒരു സിലിണ്ടറിൻ്റെ ബേസ് ഒറിജിനലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. കർവ്ഡ് സൈഡിലുള്ള ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ്. ഈ സെഡ് ഇൻഫിനിറ്റി ആവുന്ന സമയത്ത് ടെമ്പറേച്ചർ ഒരു ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കും. ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് a ആണ്. വി അസ്യൂം ദ സൊല്യൂഷൻ u = r of r, theta of theta, z of z. ഈ ഒരു ഇക്വേഷൻ del square uയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടുന്നതായിരിക്കും. ഈ ഒരു ഇക്വേഷനെ r theta z വെച്ച് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടും. ഈ ഒരു ഇക്വേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഫസ്റ്റ് 2 ടേംസ് ആറിൻ്റെയും തീറ്റേൻ്റെയും ഫംഗ്ഷനാണ്. പക്ഷേ മൂന്നാമത്തെ ടേം എന്ന് പറയുന്നത് സെഡിൻ്റെ മാത്രം ഫംഗ്ഷനാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടേമിനെ നമുക്ക് സെപ്പറേഷൻ കോൺസ്റ്റൻറ്റ് വെച്ച് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ടേം ആറിൻ്റെയും തീറ്റേൻ്റെയും ഫംഗ്ഷൻ അല്ലാത്തതുകൊണ്ട് തന്നെ ഇതിനൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് എഴുതാം. ഈ ഒരു ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആ ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് സൊല്യൂഷനെ ഈ ഒരു തരത്തിൽ എഴുതാം. ഈ ഒരു പ്രോബ്ലത്തിൽ ഒരു ബൗണ്ടറി കണ്ടീഷൻസ് എന്ന് പറയുന്നത് സെഡ് ഇൻഫിനിറ്റി ആവുന്ന സമയത്ത് ടെമ്പറേച്ചർ u ടെൻഡൻസ് ടു 0. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ മാത്രമേ ഇവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. നമ്മൾ നേരത്തെ കിട്ടിയ ഇക്വേഷനിലേക്ക് 1/z d² z/z² പകരം k² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഇക്വേഷനാണ് ഉണ്ടാവുക. ഈ ഇക്വേഷനെ r² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു തരത്തിലാവും. ഈ ഒരു സെക്കൻഡ് ടേം എന്ന് പറയുന്നത് തീറ്റേൻ്റെ മാത്രം ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ഒരു കോൺസ്റ്റൻറ്റ് വെച്ചിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. -n² എന്നാണ് ആ കോൺസ്റ്റൻറ്റിനെ പറയുന്നത്. ഈ ഒരു കോൺസ്റ്റൻറ്റിൻ്റെ പേര് സെപ്പറേഷൻ കോൺസ്റ്റൻറ്റ് എന്നാണ്. ഈ ഒരു ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് നേരത്തെ പോലെ തന്നെ നമുക്ക് d² θ/d² n² θ എന്നുള്ള ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടും. ഈ ഒരു ഇക്വേഷൻ്റെ സൊല്യൂഷനായിട്ട് നമുക്ക് c3 cos n θ c4 sin n θ എന്ന് എഴുതാം. ഈ ഒരു ഇക്വേഷനിൽ തീറ്റയ്ക്ക് പകരം cos n θ എന്നും sin n θ എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് -n² എന്ന് പറഞ്ഞ ഒരു സെപ്പറേഷൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും കിട്ടുക. ഇവിടെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന് പകരം സൈൻ കൊസൈൻ ഫംഗ്ഷൻസ് ആണ് സൊല്യൂഷനായിട്ട് എടുത്തിരിക്കുന്നത്. കാരണം ടെമ്പറേച്ചർ ഇവിടെ ഒരു പീരിയോഡിക് ഫംഗ്ഷനായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് വിത്ത് ദ പീരീഡ് 2π. ഇവിടെ n എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജറാണ്. പീരീഡ് 2π ആയതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ ഗിവ്സ് ദ സെയിം വാല്യൂ അറ്റ് ദ തീറ്റ ആൻഡ് തീറ്റ + 2nπ. ഈ ഒരു ഇക്വേഷനിൽ 1/θ d² θ/d² പകരം -n² എന്നുള്ള സെപ്പറേഷൻ കോൺസ്റ്റൻറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് r/r d/dr r × dr/dr -n² + k² r² = 0 എന്നുള്ളൊരു ഇക്വേഷൻ കിട്ടും. ഈ ഒരു ഇക്വേഷനെ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു 6 ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ ഒരു ആറിൻ്റെ ടേം വരും. ഈ ഒരു ഇക്വേഷനാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഈ ഒരു ഇക്വേഷനെ ഈ ഒരു ടേം എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് റൂൾ വെച്ചിട്ടാണ് എക്സ്പാൻഡ് ചെയ്യേണ്ടത്. ഇത് ഡിറൈവ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ് ഫംഗ്ഷൻ d² r/dr² ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 ആണ്. ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ dr/dr ഈ ഒരു ടേം വരും. ഈ ഒരു ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു തരത്തിലുള്ള ഒരു ഇക്വേഷനാണ് കിട്ടൽ. ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ബെസൽ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോമിലാണ് ഈ ഒരു ഇക്വേഷൻ ഉള്ളത്. ഈ ഒരു ഇക്വേഷൻ്റെ സൊല്യൂഷനായിട്ട് നമുക്ക് r of r = jn of kr എന്നുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് അസ്യൂം ചെയ്യാം.
ഈ ഒരു പ്രോബ്ലത്തിലെ വേറൊരു ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ ഒരു സിലിണ്ടറിൻ്റെ കർവ്ഡ് സർഫസിൽ ടെമ്പറേച്ചർ 0 ആയിരിക്കും. അതായത് R = A എന്ന് പറയുന്ന പോയിന്റിൽ ടെമ്പറേച്ചർ 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് R(R) എന്നുള്ള സൊല്യൂഷനെ R(E) = 0 എന്ന് എഴുതാം. അതേപോലെ തന്നെ സൊല്യൂഷൻ്റെ RHS ഭാഗം Jn(KA) = 0 എന്ന് എഴുതാം. അങ്ങനെ KA = 0 എന്നുള്ള ഒരു പോസിബിൾ വാല്യൂ നമുക്ക് കൺസിഡർ ചെയ്യാം. K ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് എഴുതാം. അത് നമുക്ക് സ്മോൾ ലെറ്റർ K വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാം. ഇതിൽ നിന്ന് ഈ ക്യാപിറ്റൽ ലെറ്റർ K എഴുതുന്ന സമയത്ത് K = K/A. ഈ ഒരു K നമ്മൾ നമ്മുടെ സൊല്യൂഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് R(R) = Jn(KR) ഈ ഒരു Kക്ക് പകരം ഈ ഒരു K/A സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ഒരു സൊല്യൂഷൻ ആയിരിക്കും കിട്ടുക. അതേപോലെ തന്നെ നേരത്തെ കിട്ടിയ സെഡിൻ്റെ സൊല്യൂഷനിലേക്ക് e⁻−KZ എന്ന് പറയുന്ന സൊല്യൂഷനാണ് നമ്മൾ ഇവിടെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സൊല്യൂഷനിലേക്ക് ഈ Kക്ക് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു വാല്യൂ കിട്ടും. ഈ ഒരു ജനറൽ സൊല്യൂഷനിലേക്ക്, അതായത് U = R(R), θ(θ), Z(Z) എന്നുള്ള സൊല്യൂഷനിലേക്ക് തീറ്റ എന്ന് പറയുന്നത് ഈ ഒരു സൊല്യൂഷനെ ഡിപ്പെൻഡ് ചെയ്യില്ല. തീറ്റയുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് ടേം ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കോസൻ തീറ്റ എന്നുള്ള തീറ്റേൻ്റെ സൊല്യൂഷനിലേക്ക് n = 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ 1 എന്ന് കിട്ടുന്നു. ഇതിൽ Kൻ്റെ പോസിബിൾ വാല്യൂ എടുക്കുന്നത് 0 ആയി. K = 0 എന്ന സമയത്ത് Jn(KR)/A എന്ന് പറയുന്നത് 0 ആയിരിക്കും. നമുക്ക് കിട്ടിയ Rൻ്റെയും തീറ്റയുടെയും സെഡിൻ്റെയും കോൺട്രിബ്യൂഷൻസ് ഈ ജനറൽ സൊല്യൂഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് U = m = 1 to infinity J0 of Km R/A into e⁻km Z/A into ഒരു കോൺസ്റ്റൻറ്റ് Cm എന്നുള്ള സൊല്യൂഷൻ കിട്ടും. ഇനി മൂന്നാമത്തെ ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ ഒരു സിലിണ്ടറിൻ്റെ ബേസ് എന്ന് പറയുന്നത്, അതായത് Z = 0 എന്നുള്ള പോയിന്റിൽ ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ, അതായത് U = 100°C ആണ്. ഈ ഒരു കണ്ടീഷൻ നമ്മൾ ഈ ഒരു ജനറൽ സൊല്യൂഷനിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഇക്വേഷനിലേക്ക് എത്താൻ പറ്റും. നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഫൊറിയർ ബെസൽ സീരീസ് എക്സ്പാൻഷൻ്റെ ഒരു ഫോമിലാണ് കിട്ടുന്നത്. ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയ Cmൻ്റെ വാല്യൂസ് കണ്ടെത്താൻ പറ്റും. ഈ ഒരു Cmൻ്റെ വാല്യൂ കണ്ടെത്താനായിട്ട് നമ്മൾ ഈ ഒരു ഇക്വേഷനെ m = μ വെച്ച് റീപ്ലേസ് ചെയ്ത് ഈ ഒരു ഇക്വേഷനെ R × J0 of K μ R/A എന്നുള്ള ഇക്വേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ഒരു ഇക്വേഷനിലേക്ക് എത്താൻ പറ്റും. ഈ ഒരു ഇക്വേഷനെ ഇൻ്റഗ്രേറ്റിംഗ് ഫ്രം R = 0 to R = A. ഈ ഒരു ഇൻ്റഗ്രേഷൻ്റെ രണ്ട് സൈഡും നമ്മൾ ചെയ്തിട്ട് ഇക്വേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ മ്യൂവിന് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് m എന്നാണ്. ഈ ഒരു ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് dr വെച്ചിട്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് dxയിലേക്ക് മാറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടേം = x എന്ന് എഴുതുന്നു. ഇതിൽ നിന്ന് നമ്മൾ dr കണ്ടുപിടിച്ചിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ rനും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ഇക്വേഷൻ കിട്ടും. ബൈ യൂസിങ് സ്റ്റാൻഡേർഡ് ബെസൽ ഐഡൻറ്റിറ്റി, അതായത് ഈ ഒരു ടേമിനെ നമുക്ക് ഈ ഒരു ടേമായിട്ട് കമ്പയർ ചെയ്യാം. അതായത് ഈ ഒരു ഇൻ്റഗ്രേഷനും സെയിം ആണ്. ഇതിൽ യുക്ക് പകരം km ആണുള്ളത്, ന്യൂന് പകരം 0 ആണുള്ളത്. അങ്ങനെ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഇക്വേഷനിലേക്ക് എത്താൻ പറ്റും. ഈ ഒരു ഇൻ്റഗ്രേഷൻ്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് ഇതായിരിക്കും. അങ്ങനെ നമുക്ക് ഈ ഒരു ടേമിൻ്റെ സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ 100 പുറത്ത് വെച്ചിട്ട് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടും. ഈ ഒരു ഇക്വേഷൻ ഇതിലേക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ ഇത് ഇതിലേക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇക്വേറ്റിംഗ് 14 and 13 നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് Cmൻ്റെ വാല്യൂ കണ്ടെത്താൻ പറ്റും. നമ്മൾക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് ജനറൽ സൊല്യൂഷനിലേക്ക് നോക്കാം. അപ്പോൾ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് U = R(R), θ(θ), Z(Z) എന്നാണ്. ഇതിൽ U = Jn × KR/A × sin n θ e⁻−KZ/A എന്നുള്ള സൊല്യൂഷൻ കിട്ടും.
അതുപോലെ തന്നെ സൈൻ എൻ തീറ്റ ഈക്വൽ ടു സൈൻ എൻ തീറ്റയ്ക്ക് പകരം കോസ് എൻ തീറ്റ വെച്ചിട്ടുള്ള സൊല്യൂഷനും നമുക്ക് കിട്ടും. ഇതിൽ ജെ എൻ ഓഫ് കെ ആർ ബൈ എ എന്ന് പറയുന്നത് ആറിൻ്റെ കോൺട്രിബ്യൂഷനും സൈൻ എൻ തീറ്റ എന്ന് പറയുന്നത് തീറ്റയുടെ കോൺട്രിബ്യൂഷനും e⁻ (kz/a) എന്ന് പറയുന്നത് സെഡിൻ്റെ കോൺട്രിബ്യൂഷനാണ്. നേരത്തെ നമ്മൾ തീറ്റ സൊല്യൂഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ് അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം അവിടെ ബൗണ്ടറി കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. ഒരു ജനറൽ സൊല്യൂഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ ഓഫ് ദ ബേസ് ഓഫ് ദ സിലിണ്ടർ ഈസ് മോർ കോംപ്ലിക്കേറ്റഡ് ദാൻ ജസ്റ്റ് കോൺസ്റ്റൻറ്റ് വാല്യൂ. നമുക്ക് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് ആർ ആൻഡ് തീറ്റ എന്ന് അസ്യൂം ചെയ്യാൻ പറ്റും. ഒരു ജനറൽ സൊല്യൂഷനായിട്ട് നമുക്ക് ടെമ്പറേച്ചറിനെ ഡബിൾ ഇൻഫിനിറ്റി സീരീസ് ആയിട്ട് എഴുതാം. നേരത്തെ ഉള്ള സൊല്യൂഷനിൽ സി എം എന്നുള്ള കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്തതുപോലെ തന്നെ നമുക്ക് എ എം എൻ ആൻഡ് ബി എം എൻ എന്നുള്ള കോൺസ്റ്റൻറ്റ് വാല്യൂസും ഫൈൻഡ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു സൊല്യൂഷനിൽ എമ്മിനെ മ്യൂ വെച്ചിട്ടും എന്നിനെ വി വെച്ചിട്ട് റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ടേമിനെ മൊത്തം ജെ ന്യൂ ഓഫ് കെ ന്യൂ വി ആർ ബൈ എ എന്നുള്ള ഇൻറ്റു കോസൻ ന്യൂ തീറ്റ എന്നുള്ള ടേം വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലത്തെ ഒരു ഇക്വേഷൻ കിട്ടും. ഇവിടെ സമ്മേഷൻ മാറിയിട്ട് ഇവിടെ ഇൻ്റഗ്രേഷൻ ആയിട്ടുണ്ട്. കാരണം നമ്മളുടെ തീറ്റ എന്ന് പറയുന്നത് ഇവിടെ കോസൻ തീറ്റ എന്ന് പറയുന്നത് തീറ്റയുടെ കോൺട്രിബ്യൂഷനാണ്. അതായത് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ, അതായത് അതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് 2π ആണ്. അതേപോലെ തന്നെ ഈ ഒരു സിലിണ്ടറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് r=a ആണ്. ഈ ഒരു ഇക്വേഷനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ആയിരിക്കും കിട്ടുക. ഈ ഒരു ഇക്വേഷനിൽ LHS ആണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ കോസിനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇതിൻ്റെ ആൻസർ പൈ ആണ്. ഇനി നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടേമാണ്. ഈ ഒരു ഇക്വേഷൻ്റെ LHSൽ നമ്മൾ ഇൻ്റഗ്രേഷൻ 0 to a r ഇൻറ്റു ജെ ന്യൂ സ്ക്വയർ ഓഫ് കെ ന്യൂ വി ആർ ബൈ എ ഇൻറ്റു ഡി ആറിന് പകരം നമ്മൾ ഈ ഒരു ടേമും ഈ ഒരു ഇൻ്റഗ്രേഷൻ ടേമിന് പകരം ഈ ഒരു ടേമും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അങ്ങനെ രണ്ട് ടേംസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സൊല്യൂഷൻ കിട്ടും. ഇതിൽ നമുക്ക് ഈ ഒരു എ ന്യൂ വി എന്നുള്ള കോൺസ്റ്റൻറ്റ് വാല്യൂസ് കണ്ടെത്താൻ പറ്റും. സിമിലർലി ബി ന്യൂ വി എന്ന് പറയുന്നത് ഈ ഒരു തരത്തിലുള്ള ഒരു സൊല്യൂഷൻ തന്നെയായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. ഈ രണ്ട് കോൺസ്റ്റൻറ്റ് വാല്യൂസായ എ ആൻഡ് ബി കോഎഫിഷ്യൻസ് നമ്മൾ ഇക്വേഷൻ 15 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനായി.